ഇത്രയും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വികാരിയച്ഛൻ ജോസ് പാലാട്ടിയച്ച, ഇന്നത്തെ തിരുനാൾ ദിവ്യബലിയില് മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മളോടൊപ്പം ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആൻഡോ പാണാടനച്ച, സഹകാർമ്മികനായുള്ള ദേവസ്യച്ച, ടെറൻസച്ച, പ്രിയ തിരുനാൾ പ്രസിദ്ധന്തിമാരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരന്മാരെ, ജോസഫിന് ഇങ്ങനെയൊക്കെ പറഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരാതിരിക്കുക? ഞായറാഴ്ചയാണെങ്കിലും ഏത് തിരക്കാണെങ്കിലും ആ ഒരു സൗഹൃദത്തിന്റെ മുൻപില് നോ പറയാനായിട്ട് എനിക്ക് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിനാണെങ്കിലും ഞാൻ ഇവിടെ ബുധനാഴ്ച ഞാൻ വന്നിരുന്നു. അത് ഈ ഇടവക സമൂഹത്തോടുള്ള ആ ഒരു ബന്ധവും അതോടൊപ്പം തന്നെ ജോസഫിനോടുള്ള ആ ഒരു സ്നേഹവും എന്നെ എപ്പോഴും നിർബന്ധിക്കുന്നു. വചനം പറയുന്ന പോലെ കാരിത്താസ് ക്രിസ്തി ഊർജത്തിനോസ്, കർത്താവിന്റെ സ്നേഹം നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അച്ഛന്റെയും ഇടവക്കാരുടെയും സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. തിരുനാൾ പ്രസംഗമാണ് എന്നെ ഏൽപ്പിക്കുന്നത് എന്നുള്ളത് അത് മനസ്സിലാക്കാൻ അല്പം വൈകിപ്പോയി. ഞാൻ അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഞാനത് ഒഴിവാക്കുമായിരുന്നു. കഴിഞ്ഞിടെ ഞാനൊരു തിരുനാൾ പ്രസംഗത്തിന് ഇതുപോലെ ഇത്തിരി അകലെ പോകേണ്ടി വന്നു. ബാച്ചുകാരനായതിന്റെ പേരിൽ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തൊരു ചതിയാ ചെയ്തേ, എനിക്ക് ഇത്രയും അകലെ വരേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞപ്പോ നന്ദി പറയുമ്പോ ആ അച്ഛൻ പറഞ്ഞു, ഞാൻ നല്ല പ്രസംഗകനോ അങ്ങനെയുള്ള വലിയൊരു വാഗ്മിയൊന്നും അല്ലല്ലോ, വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അച്ഛൻ എന്തിനാ എന്നെ കൊണ്ട് ഈ സാഹസം ചെയ്യിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോ അച്ഛൻ നന്ദി പറഞ്ഞപ്പോ വളരെ കൂളായിട്ട് പറഞ്ഞു, ഏതെങ്കിലും ഒന്ന് നന്നാകട്ടെ എന്ന് വിചാരിച്ചു. ഒന്നുകിൽ പ്രസംഗം അല്ലെങ്കിൽ കുർബാന. കുർബാനയ്ക്ക് വളരെ പ്രശസ്തനായ ഒരു അച്ഛനായിരുന്നു, സംഗീതജ്ഞനായ ഒരു അച്ഛനായിരുന്നു. കുർബാന നന്നായി, അച്ഛന്റെ പ്രസംഗം മോശമായാലും കുഴപ്പമില്ല എന്ന്. അപ്പൊ ആ അർത്ഥത്തില് ആൻഡോ അച്ഛന്റെ കുർബാന നന്നായാൽ മതി, പ്രസംഗത്തിന് മോശമായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അതിനെ കാണാവുന്നതേ ഉള്ളൂ എന്ന് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. ഏതായാലും ഇത് വളരെ ഗംഭീരമായിരിക്കുന്നു. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സോ എക്സൈറ്റിംഗ്, സോ വണ്ടർഫുൾ, ഓ വാവ് എന്ന് പറയേണ്ട ഒരവസ്ഥയിലാണ് ഈ അൾത്താരയിലേക്ക് കയറുമ്പോൾ. പൊന്നുണ്ണിയെ നമ്മൾ അതുപോലെ ഈ അവസരത്തില് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഇടവകയിലേക്കൊക്കെ സ്വീകരിക്കുന്നതിന്റെ ബാഹ്യമായിട്ടുള്ള ഒരു വലിയ അടയാളങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നു. പ്രസിദ്ധന്തിമാർക്ക് പ്രത്യേകമായുള്ള അഭിനന്ദനങ്ങൾ. ഞാനിങ്ങനെ നോക്കിയായിരുന്നു ആരൊക്കെയാണ് പ്രസിദ്ധന്തിമാരെ. ഒരാളെ മാത്രം എനിക്ക് വലിയ പരിചയം തോന്നിയില്ല, പിന്നെ എനിക്ക് മനസ്സിലായി ആരാണെന്നുള്ളത്. ഏതായാലും വളരെ നാളത്തെ നിങ്ങളുടെ ത്യാഗപൂർവമായിട്ടുള്ള ഒരുക്കത്തിന്റെയും അതിന്റെ പ്രതീക്ഷയുടെയും ഒരു നിർവൃതിയോടുകൂടെ തന്നെയാണ് നിങ്ങൾ ഈ തിരുനാൾ ആഘോഷത്തിൽ പങ്കുചേരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു വലിയ ആത്മസന്തോഷത്തില് ഞാനും പങ്കുചേരുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ണീശോ നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാനിവിടെ നിന്ന് ഉണ്ണിയുടെ തിരുനടയിൽ നിന്നാണ് അമ്മയുടെ മടിത്തട്ടിലേക്ക് പോയത്. ഞാനും ജോസഫിനും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അപ്പോൾ അവിടെയുള്ള ആളുകൾ ഇപ്പോഴും പറയും, എന്ത് കാര്യം പറഞ്ഞാലും ഉടനെ റെഫറൻസ് ജോസഫിനാണ്. ജോസഫിന് ഇങ്ങനെയായിരുന്നു, ജോസഫിന് ഇങ്ങനെയായിരുന്നു. ഏതായാലും എനിക്കൊരു ഗുരുതുല്യനാണ്, അതിനേക്കാൾ വലിയ ജ്യേഷ്ഠ സഹോദരനാണ്. ഇപ്പോഴും വളരെ സന്തോഷത്തോടു കൂടെ ഞങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നവരാണ്. എന്താണ് ഇന്നത്തെ സന്ദേശമായിട്ട് എനിക്ക് പങ്കുവെക്കാനുള്ളത്? ആദ്യമേ ന്യൂ ഇയറിന്റെ ആശംസകൾ. പുതുവർഷത്തിലേക്ക് നമ്മൾ 2 ആഴ്ചയായി എങ്കിലും പുതുവർഷത്തിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നൽകുന്നു. ഒപ്പം നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് ഒരു പുതിയ ഒരു ഉണർവിന്റെ ഒരു കാലഘട്ടം ലഭിച്ചതുപോലെയുള്ള ഒരു പ്രതീതി നമുക്കൊക്കെ അനുഭവപ്പെടുന്നു. ഞാൻ ഓർക്കുന്നത് സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 2ാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചുകൂട്ടിയ മാർപ്പാപ്പ അന്ന് വെനീസിലെ പത്രിയാർക്കീസ് ആയിരുന്ന ജോസഫ് റങ്കാലി എന്ന് പറയുന്ന പത്രിയാർക്കീസായിരുന്നു. അദ്ദേഹം 76 വയസ്സുള്ള അല്പം ശാരീരിക അസുഖങ്ങളൊക്കെയുള്ള ഒരു കർദിനാളായിരുന്നു. അദ്ദേഹം ഒരിക്കലും മാർപ്പാപ്പയാകുന്നുള്ള ചിന്തയിലൊന്നും അല്ല അവിടെ വന്നത്, കോൺക്ലേവിൽ പങ്കെടുത്തത്. കോൺക്ലേവിൽ 11 പ്രാവശ്യം വോട്ടെടുപ്പ് നടത്തിയെന്നാണ് പറയുന്നത്. 11 പ്രാവശ്യം വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും ആരും ഒരാളെ കണ്ടെത്താൻ പറ്റുന്നില്ല. കാരണം ഈ
മാർപ്പാപ്പന്മാരുടെ തെരഞ്ഞെടുപ്പില്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഔദ്യോഗികമായുള്ള സഭയുടെ തെരഞ്ഞെടുപ്പില് 2/3 ഭൂരിപക്ഷം കിട്ടണം. അപ്പോ 60 പേരുണ്ടെങ്കിൽ 40+ വന്നെങ്കിലും ഉണ്ടെങ്കിലാണ് ആളെ ആ ഒരു സ്ഥാനത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കൂ. അങ്ങനെ പല ആവർത്തി കഴിഞ്ഞിട്ട് ആളുകളും മടുത്തു. കാരണം ഈ വെളുത്ത പുക വരുമോ കറുത്ത പുക വരുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു സിസ്റ്റൈൻ ചാപ്പലിന്റെ പുറത്ത്. അവസാനം അവരെല്ലാവരും കൂടെ ഈ റംഗോളിയെ ആണ് തെരഞ്ഞെടുത്തത്. അപ്പൊ അവര് തീരുമാനിച്ചത് തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്, അടുത്ത ഒരു മാർപ്പാപ്പ മുന്തിരി പോളാറാമൻ മാർപ്പാപ്പ അവരുടെ മനസ്സിലുണ്ട്. അദ്ദേഹം കുറച്ചും കൂടി പ്രായമായിട്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കാമെന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇടക്കാലത്ത് വലിയ ശല്യം ഒന്നും ഉണ്ടാക്കാതെ അദ്ദേഹം കുറച്ചു കാലം ഒന്ന് ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി, ബാക്കി റെഡി ആയിക്കോളും എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നതാണ് ചരിത്രം മനസ്സിലാക്കുന്നത്. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് 1958-ലാണ്. 59 ജനുവരിയിൽ അദ്ദേഹം സാൻ പാവ്ലോ കത്തീഡ്രലില്, റോമിന് പുറത്തുള്ള കത്തീഡ്രലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ തണുപ്പ് കാലാവസ്ഥയാണ്, ഗോത്തിക് സ്റ്റൈലിലുള്ള മനോഹരമായ പള്ളി, എല്ലാ ജനലുകളും വാതിലുകളും അടഞ്ഞു കിടക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ് ലെറ്റ് us open the doors of the church. നമുക്ക് ഈ സഭയുടെ, ചർച്ച് എന്ന് പറഞ്ഞാൽ സഭയാണ്, ദേവാലയമാണ്, ഈ സഭയുടെ വാതിലുകളും ജനലുകളും നമുക്ക് തുറന്നിടാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ അവിടെ കൂടിയിരുന്നവരൊക്കെ വിചാരിച്ചു മിക്കവാറും ഈ സെയിന്റ് പോൾ കത്തീഡ്രലിന്റെ ജനലുകളും വാതിലുകളാണ് തുറന്നിടേണ്ടതെന്നുള്ളത്. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് സഭയെ ഒന്നുകൂടി നവീകരിക്കണം, സഭയുടെ വാതായനങ്ങളാണ് തുറക്കേണ്ടത്, കുറച്ചും കൂടി ഫ്രഷ് എയർ നമ്മുടെ സഭയ്ക്ക് ലഭിക്കണം എന്നുള്ള ചിന്തയായിരുന്നു അവിടെ പ്രതിഫലിച്ചത് എന്നുള്ളത് പിന്നീട് അവർ മനസ്സിലാക്കി. അതിനുശേഷമാണ് 1962 നമുക്ക് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എന്ന് പറയുന്ന വിപ്ലവകരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുകയും സഭയെ മാറ്റിമറിക്കുകയും ചെയ്തത്. ഞാൻ പറയും സീറോ മലബാർ സഭയുടെ വാതായനങ്ങൾ തുറക്കാനായിട്ട് പരിശുദ്ധാത്മാവ് കൃത്യമായി ഇറങ്ങിയതിന്റെ പേരിലാണ് സഭയുടെ ശ്രേഷ്ഠ സ്ഥാനത്തേക്ക് അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ് വന്നത് എന്നുള്ളത് സന്തോഷത്തോടു കൂടെ നമ്മൾ സ്വീകരിച്ച ദിനങ്ങളായിരുന്നു ഈ ദിവസങ്ങളൊക്കെയും. അത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സഭയ്ക്ക് റാഫേൽ എന്നുള്ള പദത്തിന്റെ അർത്ഥമാണ് പാമ്പ്ളാനി പിതാവ് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഹീബ്രു പദത്തിനർത്ഥം മുറിവുണക്കുന്നവനാണ്, സൗഖ്യപ്പെടുത്തുന്നവനാണ്. സഭയ്ക്ക് ആവശ്യം ഒരു സൗഖ്യദായകമായ സ്പർശമായിരുന്നു, മുറിവുണക്കുന്നവനായിരുന്നു എന്നുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാട് സഭാപിതാക്കന്മാര് പങ്കുവെച്ചതിലുള്ള സന്തോഷം ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് ഈ ഒരു സന്ദേശം തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. മേടൂരിന്റെ ദേശീയോത്സവമാണ് നമ്മുടെ പൊന്നുണ്ണിയുടെ തിരുനാൾ. ചാലക്കുടിക്കാർ പറയും ചാലക്കുടിയുടെ ദേശീയോത്സവം അവിടുത്തെ അമ്പ് തിരുനാളാണ്. എന്നാൽ അമ്പ് തിരുനാളിനേക്കാൾ ഒരു പടി കൂടി ഗ്രേഡ് കൂടിയതാണ് ഉണ്ണിയുടെ തിരുനാൾ. നമുക്കൊക്കെ അറിയാം അല്ലേ? സഭയുടെ പ്രബോധനങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിന് നൽകുന്ന ആരാധനയെ നമ്മൾ ലാത്രിയ എന്നുള്ള ലത്തീൻ പദം കൊണ്ടാണ് ഉദ്ദേശിക്കുക. ഏറ്റവും ഉന്നതമായ ആരാധന ദൈവത്തിന് മാത്രം അർഹതപ്പെട്ടതാണ്. എന്നാൽ പുണ്യവാന്മാർക്കാണെങ്കിൽ നമ്മൾ പറയും ധൂലിയാണ്. അത് അല്പം കൂടി താഴ്ന്ന രീതിയിൽ അല്ലെങ്കിൽ ദൈവത്തിന് താഴെ നിൽക്കുന്നതാണ് വിശുദ്ധരോടുള്ള വണക്കവും ആരാധനയും ബഹുമാനവും ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ മറിയത്തിനാണെങ്കിൽ ഹൈപ്പർ ധൂലിയാണ്, അല്പം കൂടി ഉയർന്നതാണെന്ന് പറയാറുണ്ട്. അപ്പൊ ഉണ്ണിയാണ് നമുക്ക് സെബസ്ത്യാനോസിനേക്കാളും എന്തുകൊണ്ടും തീർച്ചയായിട്ടും നമ്മുടെ ആഘോഷങ്ങളില് ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടത്. ക്രിസ്മസിന്റെ ആഘോഷത്തിന്റെ ആ രാവുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഉണ്ണിയുടെ തിരുനാളുകളിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യവും സന്തോഷത്തോടെ ഓർക്കുന്നത്. മേലൂർ പ്രദേശത്തിന്റെ ഏറ്റവും വലിയൊരു ആഘോഷം, അത് നാനാജാതി മതസ്ഥരായിട്ട് എല്ലാവരും തന്നെ ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു തിരുനാൾ എന്ന നിലയിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ സന്തോഷം നൽകുന്നു. വിദേശങ്ങളിലുള്ള നമ്മുടെ മക്കളും നമ്മുടെ മാതാപിതാക്കളും എല്ലാവരും തന്നെ ഈ തിരുനാൾ ദിനത്തിൽ ഇവിടെ ആകാനായിട്ട് ആഗ്രഹിക്കുന്നത് പൊന്നുണ്ണി അവരുടെ ഒരു പൊതുവികാരമാണ്. അത് അവരെ ഓരോരുത്തരെയും സ്പർശിക്കുന്ന ഒരു വികാരമാണ്. നിർഭാഗ്യവശാൽ എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോ 2 പ്രാവശ്യം കൊറോണ കാലഘട്ടത്തിലായിപ്പോയി ഉണ്ണിയുടെ തിരുനാള്. അപ്പോ എന്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് അങ്ങനെയുള്ള ഒരു തിരുനാളിന്റെ ആഘോഷത്തിൽ പങ്കുചേരാൻ എനിക്ക് കഴിഞ്ഞില്ല. 2020 തിരുനാൾ ഞങ്ങൾ ആഘോഷിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നത്തെ 2 വർഷവും നമുക്ക് അധികം ആഘോഷങ്ങളില്ലാതെ ആത്മീയമായിട്ടുള്ള ആഘോഷമായിട്ട് മാത്രം ചുരുക്കേണ്ട ഒരു സാഹചര്യം. പഴമയും പുതുമയും ഒരുപോലെ സമന്വയിപ്പിച്ച് ഒട്ടനവധി ആരാധനാലയങ്ങൾ, നൂതനവും മനോഹരവുമായ ഡിസൈനുകളിൽ ചുരുങ്ങിയ
പ്രിയമുള്ളവരെ, എന്താണ് ഈ തിരുനാളാഘോഷങ്ങൾ നമുക്ക് നൽകുന്ന ചിന്ത? എന്താണ്? നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ദൈവവചന ഭാഗങ്ങളില് ആദ്യത്തെ വായനയില് പുറപ്പാട് പുസ്തകത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഇത് ധനഹാ കാലഘട്ടമാണ്. ധനഹാ കാലഘട്ടത്തിന്റെ 2ാമത്തെ ഞായറാഴ്ചയായ ഇന്നത്തെ വായനകളിൽപ്പെട്ടതാണ് നമ്മൾ വായിച്ചത് തന്നെ. എന്താണ് ധനഹാ കാലഘട്ടത്തിലെ ചൈതന്യം എന്ന് നമുക്കൊക്കെ അറിയാം. അത് കർത്താവ് തന്നെ ലോകത്തിന് വെളിപ്പെടുത്തുന്നു. താൻ ആരാണ് എന്നുള്ളത് വെളിപ്പെടുത്തി കൊടുക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് ഈ വായനകളൊക്കെ നമ്മെ കൊണ്ടുപോകുന്നത്. അവിടെ പുറപ്പാട് പുസ്തകത്തിലെ 3-ാം അധ്യായത്തില് നാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു, ദൈവം വീണ്ടും അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. നീ എന്ത് ചെയ്യണം? നീ എന്റെ ജനത്തെ രക്ഷിക്കാനായിട്ട് നീ ഈജിപ്തിലേക്ക് പോകണം. എന്റെ ജനത്തെ രക്ഷിക്കാനായിട്ട് ഈജിപ്തിലേക്ക് പോകണമെന്നുള്ളത് ദൈവനിശ്ചയമായിട്ട് ദൈവം മോശയെ അറിയിക്കുമ്പോൾ മോശ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കാവുന്ന കഴിവോ പ്രാപ്തിയോ അതിനു വേണ്ട ധൈര്യമോ ഒന്നും എനിക്കില്ല. ഞാൻ നിസ്സഹായനാണ്. എനിക്ക് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? ഉടനെ ദൈവം മോശയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് ദൈവത്താൽ അയക്കപ്പെടുന്നത് വ്യത്യസ്തമായ ദൗത്യങ്ങളോട് കൂടെ തന്നെയാണ്. അത് ചിലപ്പോൾ വികാരിയായിട്ടാകാം, അല്ലെങ്കിൽ ശുശ്രൂഷകരായിട്ടാകാം, പ്രസിഡന്റിയായിട്ടാകാം, കുടുംബനാഥനായിട്ടാകാം. നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ ഒരു ദൈവികമായ നിയോഗമായിട്ട് സ്വീകരിക്കുമ്പോൾ നമുക്കുള്ള ഒരു വലിയ ഉറപ്പ്, ദൈവമാണ് നമ്മെ അയക്കുന്നത്. എന്റെ യോഗ്യതകളെക്കാൾ എന്റെ അയോഗ്യതകളെ തിരിച്ചറിയുന്ന ദൈവം എന്നോട് പറയുന്നത്, ഞാനാണ് നിന്നെ അയക്കുന്നത്. അതുകൊണ്ട് നീ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രിയമുള്ളവരെ, ഈ ഉണ്ണിയുടെ സമയത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഉണ്ണിയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുന്ന വികാരം എന്താണ്? ഈ ഉണ്ണി എന്റെ കൂടെയുള്ള ഉണ്ണിയാണ്. ഈ പൊന്നുണ്ണിയെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമല്ല എന്റെ ജീവിതത്തിലുള്ളത്. ഞാൻ എവിടെ പോയാലും, ലോകത്തിന്റെ ഏത് അതിർത്തികളിലേക്ക് പോയാലും ഈ പൊന്നുണ്ണീശോയെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകാറുണ്ട്. ഞാൻ ഇവിടെയുള്ള സമയത്തൊക്കെ അവധി കഴിഞ്ഞ് പിള്ളേരൊക്കെ പോകുമ്പോ എന്റെ അടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ വരുമ്പോ എപ്പോഴും അവർ പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛാ ഇനി ഉണ്ണിയുടെ പെരുന്നാൾക്ക് ഞങ്ങൾ വരുള്ളൂ. ഉണ്ണിയുടെ നൊവേന പുസ്തകം ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഉണ്ണിയുടെ നൊവേന ചൊല്ലാത്ത ഒരു ദിവസവും ഇല്ല. ബൈഹാർട്ടാണ്. കാരണം ഈ ഉണ്ണി നമ്മൾ എവിടെയൊക്കെ ആയാലും ഈ ഉണ്ണി നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു സാന്നിധ്യമായിട്ട് നമുക്ക് കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഊർജമാണ് എന്നുള്ളത് നാം തിരിച്ചറിയുന്നവരാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ വേളയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അയോഗ്യതകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോഗ്യനായവൻ എന്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്തോടു കൂടെ തന്നെ ഞാനാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഞാനാണ് നിന്നെ അയച്ചിരിക്കുന്നത്, ഞാനാണ് നിന്നെ ദൗത്യമേൽപ്പിച്ചിരിക്കുന്നത് എന്ന ദൗത്യബോധത്തോടു കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ളതാണ് ആദ്യത്തെ വായന നമുക്ക് നൽകുന്ന ചിന്ത. 2-ാം ഭാഗത്തേക്ക് കടക്കുമ്പോൾ 2ാമത്തെ വായനയില് വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ് നമ്മൾ ശ്രദ്ധിച്ചത്. വെളിപാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ നിന്ന് 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെയും ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ വചനങ്ങൾ യോഹന്നാൻ എഴുതിയിട്ടുള്ളത്. നമുക്കറിയാം, ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് മതപീഡനം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു കാലയളവില് അവിടെയുള്ള ജനങ്ങളൊക്കെ പരിഭ്രാന്തരും അവരൊക്കെ ഭയചകിതരും നിസ്സഹായരുമായി മാറുന്ന ഒരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യോഹന്നാൻ അവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഏഷ്യ മൈനറിലെ 7 സഭകൾക്കായിട്ട് വെളിപാട് ശൈലിയിൽ അത് രചിക്കുന്നത്. അവിടെയും വചനം നമുക്ക് നൽകുന്ന ആശ്വാസം, ഏകോ ഏമി, ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നിന്റെ കഷ്ടപ്പാടുകളിലൂടെയും ദുരിതപർവങ്ങളിലൂടെയും നീ കടന്നു പോയാലും നിന്നെ ശക്തിപ്പെടുത്താനായി നിന്റെ കൂടെ ഒരു ദൈവമുണ്ട് എന്നുള്ളത് നീ മറക്കാതിരിക്കുക. എന്നാൽ ജനുവരി 14-ാം തീയതി നമ്മുടെ സഭാ കലണ്ടർ പ്രകാരം ഈ ദിവസം മറ്റൊരു ദൈവദാസനെ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. ആരാണെന്ന് അറിയാവോ? ഇന്ന് അനുസ്മരിക്കുന്ന ഒരു ദൈവദാസൻ
ദേവസഹായം പിള്ളയാണ്. ദേവസഹായം പിള്ള. നമ്മൾ സെബസ്ത്യാനോസിന്റെ തിരുനാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ പറയും സെബസ്ത്യാനോസ് 3-ാം നൂറ്റാണ്ടില് സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തെ പ്രതി, ഈശോയ്ക്ക് വേണ്ടിയിട്ട് സ്വയം രക്തസാക്ഷിയായി ജീവൻ ഹോമിച്ച വ്യക്തിയാണ് എന്ന് നമ്മൾ വിശുദ്ധനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്നു. എന്നാൽ 18-ാം നൂറ്റാണ്ടിലെ ഈ ഭാരത മണ്ണില് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് മറ്റൊരു വിശ്വാസത്തിൽ നിന്ന് കടന്നു വന്നുകൊണ്ട് ആ ഒരു വിശ്വാസത്തെ സധൈര്യം പ്രഘോഷിക്കാനായിട്ട് ജീവൻ വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ധീരമായ രീതിയിൽ തന്റെ വിശ്വാസം സംരക്ഷിച്ച ദേവസഹായം പിള്ളയെ നമ്മൾ അനുസ്മരിക്കുകയാണ്. വെളിപാട് ഗ്രന്ഥകാരൻ നമ്മളോട് പറയുന്നത് ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ, സഹനങ്ങളിലൂടെ, സഹനപർവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും നിനക്ക് മുറുകെ പിടിക്കാൻ ഒരു ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആ ദൈവം നിന്നെ ശക്തിപ്പെടുത്തിക്കൊള്ളും നിന്റെ സഹന ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും എന്നുള്ള വലിയൊരു ഉറപ്പുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ക്രൈസ്തവ ജീവിതം ഇന്ന് പല മേഖലകളിലെ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. വിശ്വാസ ജീവിതത്തിന് പ്രതിസന്ധികൾ ഏറുന്ന രീതിയിലുള്ള ഭരണ നേതൃത്വങ്ങളും ഭരണകർത്താക്കളും നടത്തുന്ന ചില സാഹസങ്ങളും വിരുന്നുകളും സദസ്സുകളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ വല്ലാതെ ഇറിറ്റേറ്റഡ് ആണ്. എവിടേക്ക് പോകണം, ആരുടെ കൂടെ നിൽക്കണം, എന്താണ് പറയേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത്, പോയാൽ പ്രശ്നം, പോയില്ലെങ്കിൽ പ്രശ്നം, ഇതൊക്കെ ഈ നടക്കുന്ന നമ്മുടെ ഈ ഒരു സമൂഹത്തില് ഒരു ക്രിസ്ത്യാനിയുടെ റോൾ എന്താണ്, ഒരു ക്രൈസ്തവ വിശ്വാസി എപ്രകാരം ജീവിക്കണം, വിശ്വാസത്തെ പ്രതി എടുക്കേണ്ട നിലപാടുകൾ എന്താണ്, ആ നിലപാടുകൾ സധൈര്യം പ്രഘോഷിക്കാനായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് വരേണ്ടത്, ഇത് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. തട്ടിൽപിതാവ് പറയുന്ന പോലെ തന്നെ നമ്മുടെ സഭ ഇന്ന് കുറേയേറെ കൾട്ടിക് ആഘോഷങ്ങളുടെ പുറകെയാണ്. ഒത്തിരിയേറെ ആഘോഷങ്ങളും പരിപാടികളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിന്റെ ആത്മസത്ത നഷ്ടപ്പെടുന്ന ആഘോഷങ്ങളാണോ നമ്മൾ നടത്തുന്നത്? വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ജീവിതശൈലി നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? ഓരോ തിരുനാളും നമുക്ക് നൽകേണ്ടത് വിശ്വാസ ജീവിതത്തിൽ കുറെ കൂടി നമ്മളെ ആഴപ്പെടുത്തേണ്ടതാണ്. ആ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ സമ്പൂർണമായി നൽകുന്ന സമർപ്പണമാണ് എന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതത്തിന് ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടായാലും ഞാൻ ആരിലാണ് ശരണം വെച്ചിരിക്കുന്നത്, ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളത് എന്തേ നമുക്ക് പറയാൻ കഴിയാതെ പോകും. നമുക്കറിയാം, ഈ മണിപ്പൂർ ജനതയുടെ ആ ഒരു വിലാപം തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമാകാറായി. ഇവിടെയുള്ള ഭരണ നേതൃത്വം ഒന്നും ഒരിക്കലും നമ്മെ ആശ്വസിപ്പിക്കാനായിട്ടൊന്നും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതും ഈ വേദനിക്കുന്ന മനുഷ്യരുടെ കൂടെ വേദനിക്കാനായിട്ട് അവരില്ല എന്നുള്ളതും കൃത്യമായിട്ട് നമുക്ക് അറിയുന്നതാണ്. എന്നാലും അവർ നടത്തുന്ന വിരുന്നുകളിൽ നമ്മൾ പോകാതെ നിവൃത്തിയില്ല. നമ്മുടെ സദസ്സ് നടത്തിയപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണമുണ്ടായിരുന്നു, പോയില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് വിളി വന്നു, എന്തിനാണ് അച്ഛൻ വരാതിരിക്കുന്നത്? ഇങ്ങനെയുള്ള സദസ്സുകളൊക്കെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയാനാണ്. പക്ഷേ നമുക്കറിയാം, ഇതൊക്കെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. നമുക്ക് നമ്മുടെ ക്രിസ്ത്യൻ ഐഡന്റിറ്റി, ക്രിസ്തീയ തനിമ, ക്രിസ്തീയ വ്യക്തിത്വം, ക്രിസ്തീയ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് കഴിയാത്ത രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ ഏറെയുണ്ട്. നമ്മുടെ മക്കൾ, ഉണ്ണീശോയുടെ തിരുനാളാണ്. ഉണ്ണീശോയുടെ തിരുനാളിന് ഞാൻ ഉണ്ണീശോയുമായി ബന്ധപ്പെട്ട 3 ചിന്തകളാണ് എനിക്ക് കുട്ടികളോട് പറയാനായിട്ടുള്ളത്. അതൊന്ന്, ലൂക്കായുടെ സുവിശേഷത്തിന് 2-ാം അധ്യായത്തില് 49-ാമത്തെ വചനത്തില് നമ്മൾ കാണുന്നുണ്ട്, ജെറൂസലേം ദേവാലയത്തില് ആ ബാലനായ ഈശോ അവിടെ വെച്ച് നഷ്ടപ്പെട്ടപ്പോൾ മാതാപിതാക്കള് അവനെ അന്വേഷിച്ച് ദേവാലയത്തിൽ കണ്ടെത്തിയപ്പോ ഉണ്ണീശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? പ്രിയമക്കളെ, ഉണ്ണീശോ നമ്മുടെ ഒരു പൊതുവികാരമാണെങ്കിൽ ഉണ്ണീശോ നമുക്ക് നൽകുന്ന സന്ദേശത്തിൽ ആദ്യത്തെ സന്ദേശം ദേവാലയത്തിനോട് ചേർന്നും സഞ്ചരിക്കുക, ഞാൻ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുക എന്നുള്ളത് നമുക്ക് നൽകപ്പെടുന്ന വലിയൊരു ചിന്തയായിട്ട് മാറണം. മാതാപിതാക്കൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത് ഈ ഒരു ചിന്തയാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്മ വളരെ വേദനയോടുകൂടെ വന്ന് പറഞ്ഞു, എന്റെ അച്ഛ,
അച്ഛൻ എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് മോളോട് സംസാരിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ അവള് കാണാതെയാണ് അച്ഛന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോ 9ാം ക്ലാസ്സുകാരി ഇൻസ്റ്റ അക്കൗണ്ടില്, ഇപ്പോഴത്തെ പിള്ളേരുടെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇൻസ്റ്റയില് പിള്ളേര് അക്കൗണ്ട് തുടങ്ങി, വേറെ ചിലരൊക്കെ ആയിട്ട് ചാറ്റിംഗ് തുടങ്ങി. അപ്പൻ വിദേശത്ത്, അമ്മയും മോളും കുഞ്ഞനിയനും ഉള്ളു. ഒരുമിച്ച് ഒരു മുറിയിൽ കിടന്നിരുന്ന കൊച്ച് പിന്നെ മുറിയിൽ നിന്ന് കിടപ്പ് മാറ്റി വേറെ മുറിയിലേക്ക് മാറി. ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക് പോകാൻ പേടിയുണ്ടായിരുന്ന കൊച്ചാണ്. പിന്നെ അവൾക്ക് അവിടെ ഒറ്റയ്ക്ക് കിടന്നാൽ മതി. പിന്നെ അവൾ വാതിൽ കുറ്റിയിടാൻ തുടങ്ങി. പിന്നെ ഞങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാതായി. ആകെ ഒരു അസ്വസ്ഥതയുടെ കടന്നു പോകുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. ഈ കൊച്ചിനോട് സംസാരിക്കുമ്പോ കൊച്ചു പറയണത്, എനിക്ക് എന്റെ ജീവിതം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. 9ാം ക്ലാസ്സിലായിട്ടുള്ളൂ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, നിങ്ങൾ ആരും ഇടപെടണ്ട. ഫ്രാൻസിസ് പാപ്പ അമോറിസ് ലെത്തീസിയ എന്ന് പറയുന്ന സ്നേഹത്തിന്റെ സന്തോഷം എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തില് ഒരു അധ്യായം മാറ്റിവെച്ചിരിക്കുന്നത് തന്നെ എവിടെയാണ് നമ്മുടെ മക്കൾ, എവിടെയാണ് നമ്മുടെ മക്കൾ? നമ്മുടെ മക്കള് ഒളിച്ചിരിക്കുന്ന ഒളിയിടങ്ങളെ കുറിച്ച് നമുക്ക് വല്ല അറിവുണ്ടോ? ഏതൊക്കെ മേഖലകളിലേക്കാണ് നമ്മുടെ പിള്ളേർ ചെന്ന് പെടുന്നത്? നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്കാണ് ഇന്നത്തെ ഈ കുഞ്ഞുങ്ങളും യുവജനങ്ങളും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് ഉണ്ണീശോ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ എന്തിനാണ് അന്വേഷിച്ചത്? ഞാൻ എവിടെയാണ്? ഞാൻ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനാണ് എന്ന് പറയുന്ന ഉണ്ണീശോയെ ഒന്ന് സ്വന്തമാക്കാൻ ശ്രമിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ആ ഉണ്ണീശോ നമ്മൾ പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും പെടാതെ നമ്മെ സംരക്ഷിക്കാൻ കൂടെ ഉണ്ടാകും. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 2ാം അധ്യായത്തില് നാം കാണുന്നുണ്ട്, പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവർക്ക് വിധേയനായിട്ട് ജീവിച്ചു. മക്കൾ ഇന്ന് ജീവിക്കേണ്ടത് മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടാണ്. ഞാനൊക്കെ എക്സ് ജനറേഷനാണ്. ഇപ്പോഴത്തെ പിള്ളേര് പറയുന്നത് പല ജനറേഷനുണ്ട്. 65-ന് 80-നിടയിൽ ജനിച്ച ആളുകളൊക്കെ എക്സ് ജനറേഷൻ. ഞാൻ എക്സ് ജനറേഷനാണ്. ഈ 90-ന് ശേഷം ജനിച്ചവരൊക്കെ വൈ ജനറേഷൻ. പിന്നെ 2000 ജനിച്ച ഇസറ്റും, പിന്നെ മില്ലേനിയം ആൽഫ ജനറേഷൻ. ഇങ്ങനെ പല കാറ്റഗറിയാണ് പിള്ളേർക്ക്. അപ്പൊ പിള്ളേര് പറയുന്നത് നിങ്ങളൊക്കെ എക്സ് ആണ്. എന്താണ്? നിങ്ങൾക്കൊന്നും ഞങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ജനറേഷൻ വേറെയാണ്, വേറൊരു ലെവലാണ്, വേറൊരു വൈബാണ്, നിങ്ങൾ തമ്മിൽ സിങ്ക് ആവില്ല. ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളാണ് നമ്മൾ പിള്ളേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഉണ്ണീശോ നമ്മളോട് പറയും, മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു തലമുറയാണ് ഉണ്ണീശോയുടെ സ്വപ്നമെന്ന്. പണ്ട് ഞാനൊക്കെ, എന്റെ അപ്പച്ചൻ എന്നെ തല്ലിയിട്ടില്ല കേട്ടോ, പക്ഷെ എന്നാലും ദേഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിളിയുണ്ട്, ജോളി എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ, പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പോ മുട്ടുകൂട്ടിയിരിക്കും. വേറൊന്നും ഇതുവരെ തല്ലിയിട്ടില്ല. പക്ഷെ ആ ഒരു നോട്ടവും ഒരു വിളിയും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുള്ളത്. മക്കൾ മാതാപിതാക്കളെ ഭയപ്പെട്ടും ബഹുമാനിച്ച് സ്നേഹിച്ചിരുന്ന ഒരു കാലത്തിൽ നിന്ന് ഇന്ന് മക്കളെ ഭയപ്പെട്ട് കഴിയുന്ന മാതാപിതാക്കളായി നമ്മൾ മാറുകയാണ്. മക്കളെ ഭയപ്പെട്ട് കഴിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളെ വല്ലാതെ ക്രൂരമായ ഒരു മൗനം ഗ്രസിച്ചിരിക്കുക. പിള്ളേരോട് പറയാൻ പോലും നമുക്ക് പറ്റാത്ത രീതിയിൽ എന്റെ അച്ഛ പറയണമെന്നുണ്ട്, നിയന്ത്രിക്കണമെന്നുണ്ട്, പക്ഷേ പറ്റണില്ല. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ നമ്മുടെ നിയന്ത്രണത്തിന് വിധേയപ്പെട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരോടുള്ള നമ്മുടെ സമീപനങ്ങളിൽ നമ്മൾ കുറെ കൂടി ആ ഒരു നേതൃത്വ പാഠവും കാണിക്കേണ്ടതുണ്ട്. പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ടവരല്ല, അത് ജീവിതത്തില് പകർന്നു കൊടുക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ആ ഒരു രീതിയിലേക്ക് ഉണ്ണീശോ നമ്മളെ ക്ഷണിക്കുന്നു. മൂന്നാമതായിട്ട് ഉണ്ണീശോ 2-ാമത്തെ അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യത്തിൽ പറയും, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. 3 കാര്യങ്ങളാണ്. ജ്ഞാനത്തിൽ വളർന്നു, പ്രായത്തിൽ വളർന്നു, ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു. ഇവിടെ നമുക്ക് പ്രായത്തിൽ വളരുന്നുണ്ട് പിള്ളേർ. ഇപ്പോഴത്തെ പിള്ളേരെ കുറിച്ചുള്ള ഒബ്സർവേഷൻ പറയുന്നത് ഓവർ ഗ്രോൺ അപ്പ് ചിൽഡ്രൻ, ഓവർ ഗ്രോൺ അപ്പ്. അതായത് ശാരീരികമായ വളർച്ച എന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർ അറിവിന്റെ മേഖല,
ഭയങ്കര സംഭവം അവര്. ഇപ്പോൾ നമ്മളെന്നെ പറയില്ലേ, എന്റെ ചെക്കൻ വീട്ടില് ഇരുന്നിട്ട് ഒരു കാറ് ഓണടിച്ച് പോണ കണ്ടു കഴിഞ്ഞാൽ അവൻ എവിടെ ഇരുന്ന് പറയും, ഓ BMW ആണ് പോണേ, ബെൻസ് ആണ് പോണേ, അത് ക്രിസ്റ്റയാണ്, അത് ഇതാണെന്നൊക്കെ. കൊച്ച് 3-ാം ക്ലാസ് 3 വയസ്സൊക്കെ 4 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പിള്ളേരുടെ വേറെ ലെവലിലേക്ക് പിള്ളേർ മാറുകയാണ്. പ്രായത്തില് നമ്മുടെ കുട്ടികൾ കുറെ കാര്യങ്ങള് നമ്മളെക്കാളൊക്കെ എക്സീഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ശരിയായ വിജ്ഞാനത്തിലാണ് നമ്മുടെ പിള്ളേർ വളരുന്നത്. ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലാണ് നമ്മുടെ പിള്ളേർ വളരുന്നത്. അത് വേണ്ട പിള്ളേർക്ക്. ഞങ്ങള് അവിടെ ഒരു അടിയുണ്ടായി പള്ളിയുടെ മുമ്പിൽ വെച്ച്, ക്രിസ്മസിന്റെ ആ സമയത്ത്. വേറെ പിള്ളേരൊക്കെ വന്നിട്ട് ഞാൻ നമ്മുടെ സ്വതസിദ്ധമായ ശൈലിയിൽ ഇറങ്ങിച്ചെന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ഡാ അച്ഛനാണോ പറയുന്നത്? ഏതച്ഛൻ? ഇവർക്ക് വല്ല അച്ഛനുണ്ടോ അമ്മയുണ്ടോ? ഈ പറഞ്ഞ പിള്ളേരെ സംബന്ധിച്ച് ആ സമയത്ത് ആരാണെന്ന് പോലും തിരിച്ചറിയുന്നില്ല. മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരാനായിട്ട് ഉണ്ണീശോ നമ്മെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ ഈ തിരുനാള് നമുക്ക് കുറെ കൂടി അർത്ഥവത്തായിട്ട് തീരുന്നു. പ്രിയമുള്ളവരെ, എന്താണ് ഈ തിരുനാൾ ആഘോഷങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്? മിക്കാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം ഒന്ന് നമ്മളും തിരുനാൾ കഴിക്കുന്നവരും പ്രസിദ്ധന്തിമാരും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള ബലിയും ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള ആഘോഷവും എന്താണ് എന്നുള്ളത് 6-ാം അധ്യായത്തിന്റെ 8-ാം വചനം നമ്മൾ പറയുന്നുണ്ട്. മനുഷ്യ, നല്ലതെന്തെന്ന് അവിടെ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി സഞ്ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? തിരുനാളാഘോഷങ്ങളൊക്കെ നന്നായിട്ട് നടത്തിക്കോ, പക്ഷേ ഒപ്പം ചിന്തിക്കേണ്ടത് നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക എന്നുള്ളത് പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തിയുള്ള ഒരു കാര്യമാണ്. ഞാനിങ്ങനെ ഇവരൊക്കെ കാണുമ്പോൾ ഇടയ്ക്ക് സംസാരിക്കുമ്പോ ചോദിക്കും, പെരുന്നാളായിട്ട് എന്താ ചെലവ് ചെയ്യണേ? ജോൺസൺ എന്നോട് പറഞ്ഞു, എന്റെ ചെലവ് ഞാൻ നേരത്തെ ചെയ്തു, എനിക്ക് പറ്റുന്നൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനൊരു വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് എന്റെ ഭാഗത്തുനിന്ന്, അത് ഞാനിവിടെ ഉള്ള സമയത്ത് വന്ന് ആ പ്രസിദ്ധന്തിമാർ അന്ന് ചെയ്തൊരു കാര്യമായിരുന്നു. അവരൊരു വീട് അന്ന് അത് ചെയ്തായിരുന്നു. ഇവിടെ 170 വീട് വെച്ചു കൊടുത്ത ഒരു കന്യാസ്ത്രീ ഇവിടെ ഇരിക്കുന്നുണ്ട്. തോപ്പുംപടി സ്കൂളിലെ കൊച്ചു പിള്ളേരെ വെച്ചിട്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് തയ്യാറായപ്പോൾ ഈ സമൂഹത്തിലെ കരുണയുടെ ഒരു മുഖം അത് ഏത് രീതിയിലാണ് അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് ചെറുക്കം ചില മാതൃകകളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പയാണ് മിസരിക്കോർഡിയ വോൾട്ടൂസിൽ പറയുന്നത്, ക്രൈസ്തവർ എവിടെയുണ്ടോ അവിടെ കാരുണ്യത്തിന്റെ മരുപ്പച്ചയുണ്ടാകണം. ഒയാസിസ് ഓഫ് മേഴ്സി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചാലക്കുടിയിലെ പൊതുയോഗം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വെടിക്കെട്ടിന്, ലൈറ്റ് അറേഞ്ച്മെന്റിന്, അലങ്കാരങ്ങൾക്ക്, വാദ്യങ്ങൾക്ക് ചെലവാക്കുന്ന പൈസ കുഴപ്പമില്ല, പക്ഷേ ചാലക്കുടി പോലെയുള്ള ഒരു ഇടവകയിൽ നമ്മൾ ചെയ്യുമ്പോൾ കാരുണ്യത്തിന്റെ സ്പർശം ഉണ്ടാകണം. അവര് ചോദിച്ചു, എന്താ ഉദ്ദേശിക്കണേ? ഞാൻ പറഞ്ഞു, നമുക്കൊരു 3 വീട് പണിത് കൊടുക്കാം. നമുക്ക് 3 വീട് ഈ പ്രാവശ്യം നമുക്ക് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ തിരുനാളിന്റെ കൊടികയറ്റുന്നതിന് താക്കോല് കൊടുക്കണം. ആളുകള് മനമില്ലാ മനസ്സോടെയാണെങ്കിൽ, ചാലക്കുടിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, അവർ പൂർണ്ണ മനസ്സോടെ അവർ സമ്മതിച്ചു. ഓക്കെ, 3 വീട് പണിയാമെന്ന് പറഞ്ഞു. 3 വീടുകളുടെ പണി ഞങ്ങൾ തീർത്തു. ഈ ജനുവരി 31-ാം തീയതി ഈ വർഷത്തെ തിരുനാളിന്റെ കൊടികയറ്റത്തില് 3 വീടുകളുടെ താക്കോല് ഞങ്ങൾ കൊടുക്കുകയാണ്. സെപ്റ്റംബർ മാസത്തില് ഊട്ടുതിരുനാളായിരുന്നു. നമ്മുടെ ആളുകൾക്ക് അതൊരു ഹരമാണല്ലോ, പോത്തും കായും മീൻചാറും പിന്നെ ചോറും ഇല്ലാണ്ട്, അല്ലേ സാർ? അതില്ലാണ്ട് എങ്ങനെ നമ്മുടെ ആഘോഷം നമുക്ക് മുന്നോട്ട് പോകാന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയാറ്. പക്ഷേ ഞാൻ പറഞ്ഞു, നമുക്ക് ഊട്ടുതിരുനാളിന്റെ കാലഘട്ടമൊക്കെ മാറി, നമുക്കൊന്ന് മാറി ചിന്തിക്കാം. ഈ സമൂഹത്തിൽ ഡയാലിസിസിന് വിധേയമാകുന്ന എത്രയോ മനുഷ്യരുണ്ട്. ഈ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ ഒരു തിരുനാളിന്റെ ആ ഒരു വിഹിതം നമുക്ക് മാറ്റിവെക്കാം. 6 ലക്ഷം രൂപ ഞങ്ങൾ 140 ഡയാലിസിസ് രോഗികൾക്ക് ഡയാലൈസറും ട്യൂബും കൊടുക്കാനായിട്ട് മാറ്റിവെച്ചപ്പോൾ ഊട്ടുതിരുനാളിന് പകരം അത് വേറൊരു കാഴ്ചയായിട്ട് മാറി. ഒയാസിസ് ഓഫ് മേഴ്സി. പ്രിയമുള്ളവരെ, നമുക്ക് ആഘോഷങ്ങൾ വേണം, വേണ്ട എന്നല്ല, പക്ഷെ ഈ ആഘോഷങ്ങളോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ കണ്ണീരിന്റെ കാർമേഘം തുടയ്ക്കാനായിട്ടുള്ള ഒരു ചെറിയ ഒരു സ്റ്റെപ്പെങ്കിലും വെക്കാൻ നമ്മൾ തയ്യാറാകുന്നിടത്തെ ദൈവം പ്രസാദിക്കുകയുള്ളൂ.
അത് നമുക്ക് ഈ സമൂഹത്തിന് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു അവസരം അത് ഈ തിരുനാളുകളാണ്. അതുകൊണ്ടാണ് മിഖാപ്രവാചകനോട് പറഞ്ഞത്, നീ കരുണ കാണിക്കുക, നീതി പ്രവർത്തിക്കുക, ദൈവസന്നിധിയിൽ വിനീതനായി ചരിക്കുക. നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ വലിയ സംഭവമാണെന്ന്. ഈ ഇടയൊക്കെ ചില മരണങ്ങൾ കേൾക്കുന്നത് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊരട്ടി സ്കൂളിലെ ടീച്ചർ പിള്ളേർക്ക് അവരുടെ വിടവാങ്ങൽ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ എത്രയോ മരണങ്ങളാണ് ആകസ്മികമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. പോകുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു നന്മ ഈ സമൂഹത്തിൽ അവശേഷിപ്പിച്ചിട്ട് പൊക്കൂടെ? ചില മനുഷ്യരെ കുറിച്ച് വിദേശങ്ങളിലൊക്കെ അവരുടെ കല്ലറയില് ഈ മരിച്ചുപോയ ആളുകളെ കുറിച്ച് മക്കള് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ക്യാപ്ഷൻ എഴുതി വെക്കാറുണ്ട്. ഒരാള് വളരെ ധനികനായ മനുഷ്യൻ, പക്ഷെ ഒരു പരോപകാരം ഒരു കാലത്തും ആർക്കും ചെയ്യാത്തൊരു മനുഷ്യൻ, അയാൾ മരിച്ചു കഴിഞ്ഞപ്പോ എന്താ എഴുതി വെക്കുക? അവസാനം മക്കൾക്കും ദേഷ്യം ഉണ്ടായെന്ന് തോന്നുന്നു. അവരെ എഴുതി വെച്ചു, റിട്ടേൺഡ് അൺഓപ്പൻഡ്. ചില പാഴ്സലുകൾ റിട്ടേൺ ആവും. എങ്ങനെയാ? ആളെ കണ്ടെത്തി, അഡ്രസ്സിനെ കണ്ടെത്തിയില്ല, അതുകൊണ്ട് തിരിച്ചുപോയി എന്ന് പറയുന്ന പോലെ ചില മനുഷ്യരൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് റിട്ടേൺഡ് അൺഓപ്പൻഡ് ആണ്. പ്രിയമുള്ളവരെ, മരിക്കുന്നതിന് മുൻപ് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്ത് തമ്പുരാന്റെ മുൻപില് പ്രീതികരമായ ഒരു ബലിയർപ്പണത്തിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞാൽ തിരുനാളുകൾ കുറച്ചുകൂടി അർത്ഥവത്തായി തീരും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനി നമ്മുടെ സെബസ്ത്യാനോസ് പുണ്യവാളൻ നമ്മളോട് പറയും, 3-ാം നൂറ്റാണ്ടിലെ ഒരു വിശുദ്ധൻ എന്ന നിലയിലല്ല നിങ്ങൾ ആ വിശുദ്ധനെ കാണേണ്ടത്. ഈ കാലഘട്ടത്തില് നാം ഓരോരുത്തരെയും വിശുദ്ധിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിശുദ്ധനാണ്. ഗൗദേത്തെ എക്സുൾട്ടാത്തെ എന്ന് പറയുന്ന ഫ്രാൻസിസ് പാപ്പായുടെ അപ്പസ്തോലിക പ്രബോധനത്തില് നമ്മളോട് പറയും, നാം എല്ലാവരും തന്നെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. നാം എല്ലാവരും തന്നെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും മെത്രാന്മാർക്കോ അല്ലെങ്കിൽ സന്യസ്തർക്കോ ബാക്കിയുള്ളവർക്കും വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ടുള്ള ഏത് ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയും ഈ ഒരു വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിന്റെ കടമകൾ സന്തോഷത്തോടെ നിർവഹിച്ച് ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കാനുള്ള വലിയ പ്രചോദനം ഈ തിരുനാൾ നമുക്ക് നൽകുന്നുണ്ട്. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയട്ടെ. സഭയോട് ചേർന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയട്ടെ. കാരുണ്യത്തിന്റെ മുഖമായി പരിലസിക്കാനുള്ള തീരുമാനം നമുക്കുണ്ടാകട്ടെ. അങ്ങനെയാകുമ്പോൾ തിരുനാളാഘോഷങ്ങൾ അത് നമ്മെ കുറെ കൂടി മാറ്റത്തിലേക്ക് നയിക്കും, കുറെ കൂടി ചൈതന്യവത്താക്കി തീർക്കും. ഈ അവസരത്തില് തിരുനാൾ പ്രസിദ്ധേന്തിമാരെ ഏറെ ത്യാഗപൂർവ്വം നിങ്ങൾ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തതിന് പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. തോട്ടത്തിൽ ചാക്കുണ്ണി വർഗീസ്, വെമ്പിൽ ഡെന്നി, ചക്കാലയ്ക്കൽ പത്രോസ്, ചക്കാലയ്ക്കൽ മാർട്ടിൻ, ചക്കാലയ്ക്കൽ ക്ലീറ്റസ്, ജോൺസൺ, മുതുകാട്ടിൽ സണ്ണി ബിപിൻ, ചക്കാലയ്ക്കൽ തോമൻ ഡേവീസ്, മാണിക്കത്തോറമ്പ് അഗസ്ത്യ രാജൻ, ചക്കിയത്ത് കുഞ്ഞിമാർ റപ്പായി, ജോൺസൺ വിരയത്തിൽ, ചക്കാലയ്ക്കൽ ടൈറ്റസ് ടിനു, ഇവരൊക്കെ ഏറെ ത്യാഗത്തോടും ഏറെ സന്തോഷത്തോടും കൂടിയാണ് ഈ തിരുനാള് നടത്താനായിട്ട് മുന്നോട്ട് വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ തിരുനാളിന്റെ ചൈതന്യം നിങ്ങളുടെ പ്രവർത്തികളിലൂടെ ഒരു സാക്ഷ്യമായി ഈ സമൂഹത്തിലേക്ക് കൂടി പരിലസിപ്പിക്കാൻ നിങ്ങളൊരു ഉപകരണങ്ങൾ കൂടിയായി മാറട്ടെ എന്നുള്ള ആശംസയോടെ പ്രാർത്ഥനയോടെ എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങൾ 2 അച്ഛന്മാരും ഈ വ്യാഴാഴ്ച പോകും. അപ്പൊ അവരുടെ സെൻഡ് ഓഫ് അതിന്റെ ഇടയിൽ നിന്നാണ് ഞാൻ പോകുന്നത്. കുട്ടികളുടെയും മതാധ്യാപകരുടെയും കൂടിയുള്ള സെൻഡ് ഓഫും കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ്, ഇനി നിർബന്ധമാണെങ്കിൽ ഞാൻ പോയിട്ട് വരാവുന്നതാണ്, എനിക്ക് തടസ്സമില്ലാത്തൊരു കാര്യമാണ്. ഏതായാലും എല്ലാത്തിനും നന്ദി. നിങ്ങളുടെ സ്നേഹത്തിനും ഈ പരിഗണനയ്ക്കും പ്രത്യേക